Hello friends, it's me Akshay. Welcome back to my channel Automotive. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു അഡാറ് AS200 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇവൻ്റെ വണ്ടിയുടെ വീഡിയോ മുന്നും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവനൊരു S ഉണ്ടായിരുന്നു, പിന്നെ അവന് ഒരു 220 ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ എടുത്ത വണ്ടിയാണ് കേട്ടോ. ഒരു NS ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യാൻ അവൻ നല്ല നീറ്റായിട്ട് വണ്ടി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു ബ്രോ റിക്വസ്റ്റ് ചെയ്തായിരുന്നു AS200 വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ ഓൾറെഡി ചെയ്യണം വിചാരിച്ച വീഡിയോ ആണ്, പിന്നെ ഒട്ടും വെച്ച് ഡിലേ ആക്കേണ്ട വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവൻ്റെ വണ്ടിയുടെ വീഡിയോ ചെയ്യാം. അപ്പോൾ ആ വണ്ടി എടുക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണം, കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാതെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഫസ്റ്റ് പിൻ ചെയ്താക്കുന്നത് അവൻ്റെ ഇൻസ്റ്റ ID ആണ് കേട്ടോ. അത് കയറിയിട്ട് അവന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അവൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. അതുപോലെ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി കിട്ടിയിട്ടാ. വണ്ടി ഞങ്ങൾ കൈമാറി. അപ്പോൾ ഇത് നമ്മൾ തന്നെ നേരെ ഹൈവേയിൽ കൊണ്ടുപോയിട്ട് ഒന്ന് ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമ്മൾ നിർത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന വൈസറാട്ടോ. ഇത് ഡൊമിനാറിൻ്റെ ആണ് അപ്പോൾ അവൻ സെറ്റ് ചെയ്താക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല പർപ്പസ്ഫുൾ ആണ് കേട്ടോ. കാരണം ഈ വണ്ടി കൊണ്ട് ഞാൻ ഇതിന് മുന്നേ എറണാകുളമല്ല, ഞാൻ തൃശ്ശൂർക്ക് പോയായിരുന്നു. ഞാൻ വന്ന ടൈമിൽ ഈ വണ്ടി എനിക്ക് അവനോട് ചോദിച്ചിട്ട് ഞാൻ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം അത്യാവശ്യം ദൂരം ഓടിച്ചിട്ട് ഇതിൻ്റെ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്യാമറയുടെ മൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ബാക്കി വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോൾ വണ്ടിയിൽ കോൺസെപ്റ്റ് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. വണ്ടി കുറച്ച് വൊബിൾ ചെയ്യുന്നുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഈ വണ്ടി എന്തുകൊണ്ട് ഇന്ത്യയിൽ സക്സസ് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം. ഇത് ഓൾറെഡി ഇന്ത്യയിൽ ഇറങ്ങി ഡിസ്കണ്ടിന്യൂ ആയി പോയൊരു മോഡലാണ്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് ഓളം സൃഷ്ടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതിൻ്റെ ഒപ്പം 2014 സംതിങ്ങിനാണ് ഈ വണ്ടി ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഒപ്പം ഇറങ്ങിയ RS200 NS200 അത്യാവശ്യം മാർക്കറ്റിൽ ക്ലിക്കായി. അത് ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഈ വണ്ടിയെ ക്ലിക്ക് ആവാതെ പോയത് ഇതിൻ്റെ ഡിസൈൻ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വണ്ടി ക്ലിക്ക് ആവാതെ പോയത് ഒരിക്കലും വണ്ടിയുടെ കുഴപ്പം കൊണ്ടല്ല. അപ്പോൾ എടുത്തു പറയേണ്ട സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇമ്പൾസ് ഇറങ്ങിയ സമയത്ത് ഇമ്പൾസ് ഇതേപോലെ ക്ലിക്ക് ആവാതെ പോയി. അതേപോലെ കാലം തെറ്റി ഇറങ്ങിയൊരു വണ്ടി തന്നെയാണ് AS200. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇറങ്ങിയാക്കുന്ന RS200 NS200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NS200 ഒരു നെക്കറ്റ് സ്പോർട്ടും RS200 എന്ന് പറഞ്ഞത് ഒരു റേസിംഗ് സ്പോർട്ടും AS200 എന്ന് പറയുന്നത് അഡ്വഞ്ചർ സ്പോർട്ടായിരുന്നു കേട്ടോ. അതായത് അഡ്വഞ്ചറൊക്കെ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഒരു ലോങ് ടൂറിങ്ങിന്, ഹൈവേ ടൂറിങ്ങിന്, അങ്ങനെ കമ്മ്യൂണിറ്റിങ്ങിനും സിറ്റി കമ്മ്യൂണിറ്റിങ്ങിനും പിന്നെ ഹൈവേ ടൂറിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു മോഡലായിരുന്നു AS200. അപ്പോൾ ഈ സാധനം ഇന്ത്യയിൽ സക്സസ് ആവാതെ പോയത് അന്ന് അഡ്വഞ്ചർ ടൂറിങ്ങിൻ്റെ വാല്യൂ മനസ്സിലാക്കാത്ത കുറേ ടീമുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ വണ്ടി സക്സസ് ആവാതെ പോയത്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ആർക്കും അങ്ങനെ ഡൈജസ്റ്റ് ആവുന്നൊരു ഡിസൈൻ ആയിരുന്നില്ല. പിന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ അഡ്വഞ്ചർ വണ്ടികൾ എന്താണ്, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി വന്നതിന് ശേഷമാണ് ഈ വണ്ടിയുടെ ഡിമാൻഡ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ മീറ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിക്കും ഇതൊരു BS3 വണ്ടിയാണ്. അപ്പോൾ ഇതിൽ മീറ്റർ കൺസോളിൽ ഓറഞ്ച് ലൈറ്റാണ് വരിക. ഇതിൽ ബ്ലൂ ആവാൻ BS4 NSൻ്റെ ഗേറ്റാക്കാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിക്ക് അത്യാവശ്യം ഫാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വരുമ്പോൾ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടുതൽ എൻക്വയറിക്ക് നിങ്ങൾ ഡയറക്റ്റ് ഓണറായിട്ട് കോൺടാക്ട് ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അവൻ്റെ ഇൻസ്റ്റ ID കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കയറി അവനോട് കോൺടാക്ട് ചെയ്തതിന് തന്നെ അവർ റിപ്ലൈ ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വണ്ടി നിർത്തിയിട്ട് സൈഡിൽ നിന്നൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂസ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. നമ്മൾ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ അവന്മാർ വല്ല ചൊറയാക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇതിപ്പോൾ ഈ റീസെൻ്റായിട്ട് അവൻ കയറ്റിയത് കേട്ടോ, ക്രാഷ് കാർഡ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവനോട് ഞാൻ ചോദിക്കാം. സംഗതി രക്ഷയില്ല കേട്ടോ. വണ്ടിക്കൊരു ബൾക്കി ലുക്ക് തന്നെയാണ് ആ സാധനം കൊടുക്കുന്നത്. ഞാൻ അന്ന് കൊണ്ടുപോയ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഡൊമിനാറിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ വൈസർ വന്നിട്ട് ഡൊമിനാറിൻ്റെ തന്നെയാണ്. പിന്നെ അവൻ ചെയ്താക്കുന്നത് ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. നല്ല ഇതിന് മുന്നേ NSൻ്റെ ഒരു സാധനമായിരുന്നു, അത് കൊടുത്തിട്ടാണ് ഇത് എടുത്തത്. ഇത് ഡൊമിനാറിൻ്റെ വരുന്ന സാധനം കേട്ടോ. അപ്പോൾ ഡൊമിനാറിൻ്റെ ഒത്തിരി ആക്സസറീസ് ഇതിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേറെ AS200 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിയെ വ്യത്യസ്തമാക്കുന്നത് ഇത് കുറച്ചും കൂടെ ബൾക്കിയാണ്. പിന്നെ ഹാൻഡിലൊക്കെ കുറച്ച് അവൻ റേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് ഹാൻഡിൽ തന്നെയാണ് അവർ റേസ് ചെയ്താക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് കാര്യങ്ങളൊക്കെ അവൻ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ വണ്ടിയുടെ റോഡ് പ്രസൻസ് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും നോക്കുന്നുണ്ട്. അന്ന് AS100 ഇറങ്ങിയ സമയത്ത് ഈ റോഡ് പ്രസൻസ് കാര്യങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ വണ്ടി അവൻ അങ്ങനെ ബിൽഡ് ചെയ്തെടുത്തേക്കാണ്. വണ്ടി കാണുന്ന എല്ലാവരും വണ്ടിയിലോട്ട് നോക്കുന്നുണ്ട്. വണ്ടി ഒന്ന് അത്യാവശ്യം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അവനോടൊന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ വണ്ടിയുടെ എഞ്ചിൻ നിങ്ങൾക്ക് അറിയാമല്ലോ. വണ്ടിയുടെ എഞ്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 200cc ലിക്വിഡ് കൂൾഡ് ആണ്. അപ്പോൾ ലോങ് ടൂറിങ്ങിൻ്റെ സമയത്തൊക്കെ
നല്ല റിലയബിൾ ആയിട്ടുള്ളൊരു എൻജിൻ പെർഫോമൻസ് അത് ഈ വണ്ടിയുടെ സൈഡിൽ നിന്നുണ്ട് കേട്ടോ. അത് സെയിം NS-ലും RS-ലും വരുന്നൊരു എൻജിൻ കാര്യങ്ങൾ തന്നെയാണല്ലോ ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ RS-ഉം NS-ഉമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് അത്യാവശ്യം കുറച്ച് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കണം ഒറിജിനൽ AS200-ൽ. പക്ഷേ ഇതിൽ അങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഇത് അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ തന്നെ കേട്ടോ ഇരിക്കുന്നത്. ഇതിൽ സ്റ്റോക്ക് വന്നിരിക്കുന്ന സെയിം ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ തന്നെയാണ് ഈ വണ്ടിയിൽ കൊടുത്താക്കുന്നത്. അത് മൊത്തത്തിൽ ആ യൂണിറ്റ് ഉണ്ടല്ലോ ഈ ക്ലിപ്പ് ഓണിൻ്റെ ഇത് മൊത്തത്തിൽ അവനൊന്ന് റൈസ് ചെയ്താക്കാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് നമുക്ക് അവനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടിയുടെ ഓണർ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാ. ഞാൻ വരുന്ന സമയത്ത് അത്യാവശ്യം പറഞ്ഞടാ, ബാക്കി നീ ഒന്ന് പറഞ്ഞു കൊടുക്കും വണ്ടിയിൽ എന്തൊക്കെയാണ് പണിതെന്ന്. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ വണ്ടി കാണുന്ന സമയത്ത് സാധാ AS200-നെ വ്യത്യസ്തമാക്കുന്നത് വണ്ടിയുടെ ഒരു ബൾക്കി ലുക്കല്ലേ. അതെ. പിന്നെ എനിക്ക് ഒന്ന് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് വൈസറാണ് മെയിനായിട്ട് ഇത് എടുത്ത് കാണുന്നത്. അപ്പോൾ വൈസറിന് തുടങ്ങാം നമുക്ക് ഐശ്വര്യമായിട്ട്. ഞാനിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ഡോമിനാറിൻ്റെ ആഫ്റ്റർ മാർക്കറ്റ് വൈസറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ KTM Duke 250-ന്റെ മിറേഴ്സ്. ഞാൻ 200 ചോദിച്ചത് 250-യുടെ അല്ലേ? 250-യുടെ ആണ്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടില്ലേ? ഫ്രണ്ട് ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിലിന്റെ ഈ മോൾ ഭാഗത്തേക്ക് ഒരു ചെറിയ പീസ് ഇങ്ങനെ തള്ളി നിൽക്കും ഈ ഇതിന്റെ ഫോർക്ക്. അപ്പൊ അത് നമ്മൾ താഴ്ത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഹൈറ്റ് കൂടും. ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്രാഷ് ഗാർഡ് വരുന്നത് NS200-ന്റെ ഒരു ടൂറിംഗ് ക്രാഷ് ഗാർഡാണ് വെച്ചിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് ഒപ്പിച്ച്? ഇത് നമ്മൾ OLX-ൽ തപ്പി കണ്ടുപിടിച്ചതാണ്. ബാൻഡ് ഡോസിലൊക്കെ ഒടുക്കത്തെ റേറ്റ് ആണ് ഇതിന്. ഇത് എത്ര രൂപയ്ക്ക് എടുത്തു നീ? ഇത് 1500 രൂപ കിട്ടി എനിക്ക്. മോനെ ലാഭം. അതെ. ഇത് ബാൻഡ് ഡോസിലൊക്കെ വാങ്ങണമെങ്കിൽ 3000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത് കസ്റ്റം പെയിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഒറിജിനൽ പെയിന്റ് അല്ല, മറ്റേത് വേറെ റെഡാ വരിക. ഒറിജിനൽ വേറെ റെഡാ വരിക. ഇത് കുറച്ച് ഡാർക്കിഷ് ആയിട്ടുള്ള ഒരു റെഡാണ്. അത് നീ എടുത്തിട്ട് ചെയ്തല്ലേ? എടുത്തിട്ട് ചെയ്ത്. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഫ്രണ്ടിലും ബാക്കിലും ഫുൾ അല്ലല്ലോ. പ്രോ ഡിസ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് 180 സെക്ഷനാണ് കിടക്കുന്നത്. എന്താ അഡ്വാൻറ്റേജ്? കോർണർ ചെയ്യുന്ന സമയത്ത് ഒരു രക്ഷ ഉണ്ടാവില്ല. കോർണർ ചെയ്യുമ്പോഴും പിന്നെ ഹൈവേ സ്റ്റെബിലിറ്റി ബ്രേക്കിംഗ് ഒക്കെ കൂടുതലാണ്. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഫ്രണ്ടിൽ യൂസ് ചെയ്താക്കുന്ന ടയർ ഞാൻ അവൻ പറഞ്ഞിട്ടോ നമ്മുടെ വണ്ടിയിലും ആ ടയർ ആട്ടോ സെയിം ഇട്ടാക്കുന്ന ടയർ കൊള്ളാം. അതൊരു ഡുവൽ പർപ്പസ് ടയറാണ്. ഞാനും അത് ഇട്ടിട്ട് ഇപ്പോൾ ഇവൻ പറഞ്ഞിട്ടാട്ടോ ഞാൻ ആ ടയർ ഇട്ട് നമ്മുടെ വണ്ടിയിൽ ഇട്ടിട്ടും കുഴപ്പമൊന്നുമില്ല. സെയിം ടയറാട്ടോ അവൻ ഇട്ടാക്കുന്നത്. പിന്നെ നമ്മളിത് ചെയ്താക്കുന്ന ബാക്കിൽ കേരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡോമിനാറിന്റെ ടൂറിംഗ് എഡീഷന്റെ കേരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും ഡോമിനാറിന്റെ. ഇൻഡിക്കേറ്റേഴ്സ് ഡോമിനാറിന്റെ പോലത്തെയാണ്, കോപ്പി എന്റെ ഉള്ള സെയിം സാധനം കോപ്പിയാണ്. പിന്നെ ടെയിൽ ടൈഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം ടെയിൽ ടൈഡി. പിന്നെന്താ, പിന്നെ ഈ വണ്ടിയിൽ വേറൊരു സംഭവം ഉള്ളത്, വണ്ടി BS3 അല്ലേ? BS3 ആണ്. അതില് മീറ്ററില് ഓറഞ്ച് കളറല്ലേ വരിക ഇലുമിനേഷൻ. ഇത് BS4 NS-ന്റെ മീറ്റർ ആട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്ത്. അതാണ് ഈ വണ്ടിയിലെ മെയിൻ ഒരു ഐറ്റം. അതിൽ 1.5 ഐറ്റാ. രാത്രിയുള്ള വീഡിയോ എനിക്കൊന്ന് അയച്ചാട്ടോ, ഞാൻ അതിൽ ഇട്ട് കൊടുക്കാം. ഈ സാധനം ഇത് ബാൻഡിലോൾസ് എന്ന ആളെടുത്താക്കുന്നത് അല്ലേ? അതെ അതെ, ബാൻഡിലോസ് എടുത്ത. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൽ 2 വരുന്നുണ്ട്, ഫോഗും വരുന്നുണ്ട്, വൈറ്റും വരുന്നുണ്ട് കേട്ടോ. 2 ഇലുമിനേഷൻ ഉണ്ട്. അതെ. അതിന്റെ സ്വിച്ചും അത്യാവശ്യം നല്ല പ്രീമിയം കേട്ടോ കാണാൻ. അത് എടുത്ത് പറയേണ്ട സംഭവം. ഇത് എങ്ങനെയാ? 2-വേ സ്വിച്ച് ആണ് ഇത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മേലേക്കിട്ട ബ്രൈറ്റ് ആണ് കത്തുക, ആ വൈറ്റ് ലൈറ്റ് കത്തും. താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ സ്വിച്ചിന്റെ അഡ്വാൻറ്റേജ് കണ്ട, ഇതിനൊരു റബ്ബർ ബൂട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മഴയത്തും വലിയ പ്രശ്നമൊന്നും വരില്ല. സ്വിച്ച് പെട്ടെന്ന് കേടില്ല ഒന്നുമില്ലേ? മറ്റേ സ്വിച്ചൊക്കെ ആണെങ്കിൽ വെള്ളം ഇറങ്ങി അടിച്ച് ഷോർട്ട് ആവും. 300 സംതിങ് രൂപയുണ്ട് ഇതിന്, സ്വിച്ചിന് മാത്രം. പിന്നെ നമ്മള് എക്സോസ്റ്റിന്റെ ഫിൽറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റിന്റെ ഫിൽറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറൊരു സൗണ്ട് ആണ് കേട്ടോ. ഉള്ളില് ഷെല്ല് ബ്രേക്ക് ചെയ്തേക്കല്ലേ? ഉള്ളിലെ ഫിൽറ്റർ കാര്യങ്ങൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. അത് ഞാൻ വരുന്ന സമയത്ത് പറയാൻ പറ്റുമോ? എന്റെ എക്സോസിനോട്ടൊന്ന് നമുക്ക് കേൾക്കാം. നീ ഇതില് വേറെ എന്താ പണി ഞാൻ പ്ലാൻ ചെയ്താക്കുന്നത്? എനിക്ക് ഫ്രണ്ടും ബാക്കും കുറച്ച് ഹൈറ്റ് കൂട്ടണം എന്നുണ്ട്. അപ്പൊ ഞാൻ അത് വരുന്ന സമയത്ത് പറഞ്ഞിട്ടോ, ഞാൻ വീഡിയോയിൽ ഇപ്പൊ വരുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. ഇനി ആരെങ്കിലും പണിയാൻ പ്ലാൻ ചെയ്യണ്ടെങ്കിലേ ഹിമാലയന്റെ ഫ്രണ്ടിലെ സസ്പെൻഷനും റിയറിൽ വെക്കുമ്പോൾ ADV 250 ഇല്ലേ, അതിന്റെ അല്ലെങ്കിൽ 390-ന്റെ അല്ലെങ്കിൽ എക്സ്പൾസിന്റെ സസ്പെൻഷൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു നമുക്ക് ചെറിയൊരു ഓഫ് റോഡും കൊണ്ടുപോകാൻ പറ്റും.
നമ്മള് AS ഇതേപോലെ ക്ലബിലുള്ള ആൾക്കാര് ഫ്രണ്ട് സിസ്റ്റം മൊത്തം എക്സ്പൾസിന്റെ കയറ്റിണ്ട്. പിന്നെ ഞാനും കുറെ AS മോഡിഫൈ ചെയ്താക്കുന്നത് AS എടുക്കുന്നവര് കുറച്ച് ടൂറിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഓഫ് റോഡും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് പേര് ചെയ്താക്കുന്നത് കണ്ടുട്ടാ. ഇപ്പൊ പിന്നെ ഇതിൽ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, സ്പ്രോക്കറ്റിംഗ് NS ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വ്യത്യാസമില്ലേ മൂന്നിലും? RS NS ഇത് ഇല്ല, NSന്റെ സെയിം സ്പ്രോക്കറ്റ് ആണ് ഇതിൽ വരുന്നത്. RSൽ മാത്രമാണ്. പക്ഷെ അത് ഡയറക്റ്റ് സൂട്ട് ആവില്ല. RSന്റെ സൂട്ട് ആവും. ഞാൻ ഫസ്റ്റ് ഇട്ടുണ്ടായിരുന്നത് RSന്റെ ആയിരുന്നു. ഡിഫറൻസ് എന്താ ഫീൽ ചെയ്യണം? അപ്പൊ ഇനീഷ്യൽ കൂടും RSന്റെ, ടോപ്പ് എൻഡ് കുറയും. അതിന് ടീത്ത് കൂടുതലാണ്. അപ്പോ ഇത് NSന്റെ ആവുമ്പോ നമുക്ക് ആ ഇനീഷ്യൽ മിഡ് റേഞ്ചിൽ നിന്നാണ് പവർ അങ്ങോട്ട് കിട്ടുക നമുക്ക് വണ്ടി. ഇപ്പൊ ഈ 2023 ഇപ്പൊ ഈ വണ്ടി ഒരാൾ ചൂസ് ചെയ്യാണ്, 200cc ഇതിനൊരു കോമ്പറ്റേറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡ് കൂൾ എഞ്ചിൻ വരുന്നില്ല. പിന്നെ നമുക്ക് മറ്റേ ഹോണ്ടയുടെ പുതിയൊരു വണ്ടിയില്ലേ CB 200X, അതും പറ്റില്ല. കോമ്പറ്റേറ്റർ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ അല്ല, എയർ കൂൾഡ് എഞ്ചിനാണ്. 180cc ഉള്ളൂ. അപ്പോൾ ഇതിന്റെ അത്ര പെർഫോമൻസ് കിട്ടുന്ന വേറൊരു വണ്ടി ഇല്ലല്ലോ. 200cc അഡ്വഞ്ചർ ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതെടുത്തിട്ട് പണിയാൻ ആഗ്രഹിക്കുന്നവർ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പാർട്സിന്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഞാൻ വരുമ്പോൾ പറഞ്ഞായിരുന്നു, ഇപ്പോൾ എഞ്ചിന്റെ എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് കിട്ടും. NSന്റെ RSന്റെ ഒക്കെ സെയിം ആയതുകൊണ്ട് സാധനങ്ങൾ കിട്ടും. ഫെയറിംഗ് ആണ് ഞാൻ ഒരു ഡൗട്ട് ആയിട്ട് പറഞ്ഞത്. അതിന്റെ ആ ഹെഡ്ലൈറ്റിന്റെ സ്റ്റേ മാത്രമാണ് കിട്ടാൻ പാട്. ഫെയറിംഗ് കിട്ടില്ലേ? ഫെയറിംഗ് ഒക്കെ കിട്ടില്ലേ? ഫെയറിംഗ് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് സെയിം അല്ലേ NS ആയിട്ട്? ഈ ഫെയറിംഗ് ഇതൊക്കെ കിട്ടും. ഈ ഫ്രണ്ടിലോട്ടുള്ള ഈ ഫൈബർ പാർട്ട് അതാണ് കിട്ടാൻ പാട് അല്ലേ? അതൊക്കെ കിട്ടാൻ കുറച്ച് പാടാ. അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ബാക്കിയൊക്കെ കംപ്ലീറ്റ് NS200 അതേ സെയിം. പിന്നെ ഇപ്പൊ ഈ 2023 ഇപ്പൊ ഈ വണ്ടി എടുക്കുവാണെങ്കിൽ NSന്റെ RSനേക്കാൾ കുറച്ചും കൂടെ പൈസ കുറവ് ഈ വണ്ടിക്കാണ്. ഇറങ്ങിയ സമയത്തും ഓൺ റോഡ് എന്തോ 97,000 അങ്ങനെ എന്തോ ആയിരുന്നു. 2014 അതെ അതെ. ഇപ്പൊ ഒരു 40 എബോ കിട്ടാൻ ചാൻസ് ഉണ്ട് വണ്ടി, നല്ലൊരു വണ്ടി. ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് അതാണ്. അപ്പൊ ആ പൈസയിൽ നിന്ന് പിന്നെ ഇപ്പൊ നീ മൊത്തം മോഡിഫിക്കേഷൻ നിങ്ങൾക്ക് ഇപ്പൊ എത്ര രൂപ ഉണ്ടാവും? ഇതേപോലെ ഒരു സ്പെക്കിലോട്ട് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തോട്ടോ. കമന്റ് ആയി ഇടാൻ നിൽക്കണ്ട. കമന്റിൽ ഞാൻ ഫസ്റ്റ് പിൻ ചെയ്തിട്ടുണ്ടാവും എൻ്റെ ഇൻസ്റ്റ ID. അപ്പോൾ ഇനി ഇതല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും ഓൾമോസ്റ്റ് എത്ര ബഡ്ജറ്റ് ആയിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ. ഒരു 20K അടുത്ത് ആയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഒരു നമുക്ക് എങ്ങനെ നോക്കിയാലും ഒരു 80K താഴെ ഉണ്ടെങ്കിൽ വണ്ടി എടുത്ത് പണിത് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാർട്സ്. അത് പ്രീമിയംസ് വണ്ടി കാണുമ്പോൾ അറിയണുണ്ട് കേട്ടോ. അതിപ്പോ നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവൻ ആ സ്വിച്ചിന്റെ വില പറഞ്ഞില്ലേ, അത് വരെ 350 രൂപ. ആ ഒരു പ്രീമിയം ഉണ്ട്. നീ ഇതിൽ അത്യാവശ്യം കൂടുതൽ ടൂർ ചെയ്തതല്ലേ, അപ്പൊ നീ ടൂറിംഗ് സ്പെക്കിലോട്ട് മോഡിഫിക്കേഷൻ ഇതിലിപ്പോ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലൈറ്റ് ആണെങ്കിലും അങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്? എനിക്ക് വൈസർ മെയിൻ ആയിട്ട് നല്ല യൂസ്ഫുൾ ആയി തോന്നി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ NS ആയിരുന്നു എന്റെ മുമ്പത്തെ വണ്ടി. അപ്പോ അതിലെന്താ സീന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൂറിങ്ങിന് പോകുമ്പോൾ ഒരു 100-ലൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്പീഡിൽ പോണ പോലെ തോന്നും. പക്ഷെ ഇതില് അത് ഭയങ്കര സ്ട്രെസ്ലെസ് ആയിട്ടുള്ള ഒരു സ്പീഡാണ് 100 ഒക്കെ. അത് നേക്കഡ് ബൈക്കുകളുടെ ഒരു പ്രോബ്ലം ആണ്. ഈ സ്പീഡിൽ പോണ സമയത്ത് നമുക്ക് പെട്ടെന്ന് ടയേർഡ് ആവും. അതാണ്. ഇത് വിൻഡ് ബ്ലാസ്റ്റ് അധികം അടിക്കാത്തതുകൊണ്ട് നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട്. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ 300 കിലോമീറ്ററിന് മേലെയൊക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി വാങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, എന്നിട്ട് നമുക്ക് ആ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. സ്റ്റോക്ക് ഹാൻഡിൽ തന്നെ അടിപൊളിയാണ്. വണ്ടി BS3 ആയതുകൊണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നുമില്ല. അപ്പൊ അതിന്റെ എന്തെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതൊരു ഡിസഡ്വാൻറ്റേജ് ആയി തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഫ്രണ്ട് ABS ഇല്ലാത്ത ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് വെച്ച് നോക്കുന്ന സമയത്ത് ബ്രേക്കിംഗ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് പിടിച്ചു നിർത്താനുള്ള ഒരു ബ്രേക്കിംഗ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അപ്പൊ അതിൽ നമുക്കിപ്പോ മറ്റേ BS6 വരുന്ന NSൽ വരുന്ന ABS യൂണിറ്റ് ഇതിലോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആ CD യൂണിറ്റ്, വയറിംഗ് കിറ്റ്, ABS മോട്ടർ, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ അത് ചെയ്തെടുക്കാൻ പറ്റും. വർത്ത് മോഡിഫിക്കേഷൻ തന്നെ ഞാൻ പറയുള്ളൂ. അത് വേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് അത്യാവശ്യം നമുക്ക് നല്ല ഹൈ സ്പീഡ് കയറും ഈ വണ്ടി. 156 സംതിങ് നമുക്ക് ക്ലോക്ക് ചെയ്യാൻ പറ്റും. ഇവൻ അത്യാവശ്യം എനിക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. അത് 148 അല്ലേ? 148, 147. അത് ആ വീഡിയോ ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ എക്സ്പെൻസീവ് കുറഞ്ഞൊരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഡുവൽ ഡിസ്ക് കയറ്റാം. അപ്പോൾ വണ്ടിക്ക് കുറച്ചും കൂടെ ലുക്കും കൂടും, വർക്കിംഗ് ആയിട്ടുള്ള ഡുവൽ ഡിസ്ക് കിട്ടാം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് കുറച്ചും കൂടെ ബെറ്റർ പരിപാടി ആയിരിക്കും. ആ ഒരു ECM കാര്യങ്ങളും ഇലക്ട്രോണിക്സിന്റെ അല്ലേ കിറ്റ്, വയറിംഗ് കിറ്റ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് നല്ലത്. കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഡുവൽ ഡിസ്ക് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് കുറച്ചും കൂടെ സെറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഫ്രണ്ട് ടയർ ഒരു റേഡിയലിലേക്ക്
അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നൈലോൺ മാറ്റിയിട്ട് റേഡിയലാണെങ്കിൽ കുറച്ചും കൂടെ റോഡ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കൂടുതൽ ഓഫർ ചെയ്യുന്നത് റേഡിയലാണ്. അതിനനുസരിച്ച് പ്രൈസും ഉണ്ട്. പക്ഷേ പ്രൈസ് ഞാൻ എപ്പോഴും പറയുകയാണെങ്കിൽ വണ്ടിക്ക് വേണ്ടി പൈസ ചിലവാക്കുന്ന സമയത്ത് ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്തത്. ടയർ ഇപ്പോൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏതാ നീ സജസ്റ്റ് ചെയ്യുന്നത്? ഫ്രണ്ടിൽ ഞാൻ കുറേ പേർക്ക് ഇപ്പോൾ ഇത് അപ്പോളോ ട്രാവലർ സജസ്റ്റ് ചെയ്തു. പിന്നെ റേഡിയൽ നോക്കുക, റോഡ് ടയർ ആണ് നോക്കണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടയർ ഉണ്ട്. സിയറ്റിന്റെ സൂം റാഡ് പറഞ്ഞിട്ട് ഒരു ടയർ ഉണ്ട്. അതിന് അത്യാവശ്യം റേറ്റ് കുറവാണ് ഫ്രണ്ട് ടയറിന് വേണം. പിന്നെ ട്രാക്ക് യൂസർ ടയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ തന്നെ കോൺടാക്ട് ചെയ്യട്ടെ. ട്രാക്ക് യൂസർ ടയറിന്റെ സെയില് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ബാക്കിലെ ടയർ നിന്റെ അവിടെ നിന്ന് എടുത്താണോ? അതെ അതെ. അപ്പൊ അതേപോലുള്ള ഞാൻ ടയർ കാണിച്ചില്ല. അപ്പൊ അതേപോലത്തെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓഫറൊക്കെ കൊടുക്കില്ലടാ? ഓഫറൊക്കെ ഉണ്ട്. കാരണം 180 സെക്ഷൻ്റെ ടയേഴ്സ് ആട്ടോ മിഷലിൻ്റെ. അപ്പോൾ അതേപോലെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവനെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അവൻ്റെ കോൺടാക്ട് നമ്പർ ഇൻസ്റ്റയിലേക്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ അത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവനെ തന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വീഡിയോന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ ഗൈസ്.